ഇല്ല, അല്ല, കുടുംബം കലക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ അങ്ങനെ തന്നെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവരത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് റിയലൈസ് ചെയ്യണ്ടേ. അപ്പം അതൊരിക്കലും കുടുംബം കലക്കുന്ന പോലെയല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അത് പറയേണ്ട കാര്യമാണെന്നുള്ളൊരു അവയർനെസ് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഇനിയിപ്പോൾ പുരുഷന്മാരാണ് അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അതിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇതാണ് ഇവർ പറയുന്നത്. കാരണം ഇത് മുഴുവനായിട്ട് ഓപ്പണായിട്ട് പറയാനും പറ്റുന്നില്ല നമുക്ക്. ഇപ്പോൾ ഇനി ആഫ്റ്റർ റിലീസാണ് ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പറയേണ്ട സബ്ജക്റ്റ് തന്നെയാണെന്നാണ് ഹൈലൈറ്റ് ആവും. ഇറ്റ്സ് എ കമൽ മൂവി, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവസ്ഥ എന്താണോ, ഒന്നുകിൽ ഒരവസ്ഥ അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇനി ഭാര്യമാർ രണ്ടിടി കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർ കൺസേൺ ആവും. ഇങ്ങനത്തെ ഫീലിങ്സ് ഇവർക്ക് ഉണ്ട് എന്നുള്ള ഒരു കൺസേൺ വരും. ലേഹ്യോ? ഇങ്ങനെ ലേഹ്യം കണ്ടിട്ട് കമ്പനിയിലൊന്ന് കാണണം. എല്ലാവരും കാണുന്ന ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ സൊസൈറ്റിയിൽ ഇപ്പോൾ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്ത്രീകളൊക്കെ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു സിനിമയാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് നൽകുന്നൊരു മെസ്സേജ് പ്രധാനമായിട്ട് ഇതാണ്: എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്നാണ് ഇതിൽ പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു മെസ്സേജ്. നമ്മളെ യൂസ് ചെയ്യാനായിട്ട് ആരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളത്